Hi students, welcome to today's maths class. If alike joins, chapter 5. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. If alike joins എന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അതായത് ഇവിടെ തൊട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങുകയാണ്. അതായത് റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അഡീഷൻ ടേബിള് കുഞ്ഞുങ്ങൾക്കറിയാം, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കിക്കൊള്ളുക. നോ ഫ്രണ്ട്സ് അറൈവ്ഡ്. Seats were given to everyone. I got 2. Everyone in my bench got 2 seats each. We are 5 in number. What is the total number of seats for us? അതായത് സ്കൂള് റീഓപ്പണിംഗ് ഫെസ്റ്റിവലാണ്. അന്നേ ദിവസം പുതിയതായിട്ട് വന്ന കുട്ടികൾ സ്കൂളിൽ മറ്റു കുട്ടികൾക്ക് സീറ്റ്സ് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന പിക്ചറാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഒരു കുട്ടി പറയുകയാണ്, എനിക്ക് 2 കിട്ടി. 2 I got 2. അപ്പോൾ ആ ബെഞ്ചിലിരുന്ന എവരിവൺ ഇൻ മൈ ബെഞ്ച് ഗോട്ട് 2. ആ ബെഞ്ചിലിരുന്ന എല്ലാവർക്കും എത്ര എണ്ണം വീതം കിട്ടി? 2 വീതം കിട്ടി. അവരെത്ര പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു? വി ആർ 5 ഇൻ നമ്പർ. എത്ര പേരാണ്? 5 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് എത്ര എണ്ണം വീതം കിട്ടിയെന്ന് അവർ പറയുന്നേ? 2 വീതം കിട്ടി. എത്ര വീതം കിട്ടി? 2 വീതം കിട്ടി. ആ ബെഞ്ചിൽ എത്ര പേരുണ്ടായിരുന്നു? 5 ഇൻ നമ്പർ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ us? എങ്കിൽ എത്ര സീറ്റ്സ് അവർക്ക് കിട്ടി? അതിൻ്റെ ടോട്ടൽ നമ്പർ. ഓരോരുത്തർക്കും എത്ര എണ്ണം വീതം കിട്ടിയെന്നാണ് പറഞ്ഞേ? 2 വീതം കിട്ടി. ആ ബെഞ്ചിൽ എത്ര പേര്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കിട്ടി എന്ന് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? 2 + 2 + 2 + 2 + 2 = 10. അതായത് റിപ്പീറ്റഡ് അഡീഷനാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ 5 2s make 10 എന്ന ആൻസർ കിട്ടുന്നു. 5 2 കൂടിയാൽ അത് എത്രയായിട്ട് മാറുന്നു? 10 ആയിട്ട് മാറുന്നു. 5 2s make 10. ഷോർട്ടൻ ദിസ് as. എങ്ങനെയാണ് അത് ചുരുക്കി എഴുതിയാൽ എങ്ങനെ എഴുതും? 5 2s are 10. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഷോർട്ടൻ ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? അതായത് റിപ്പീറ്റഡ് അഡീഷൻ ആണെന്ന് ടീച്ചർ പറഞ്ഞു. 2 + 2 + 2 + 2 + 2 ആണ് 10. ഇതാണ് 10. അത് ഷോർട്ടൻ ആയിട്ട് എഴുതിയാൽ എങ്ങനെ എഴുതാം? 5 2s are 10 എന്ന് ഇങ്ങനെ ചുരുക്കി എഴുതുവാനായിട്ട് സാധിക്കും. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് റിപ്പീറ്റഡ് അഡീഷൻ. അതായത് കൂട്ടി എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയുന്നത്. 2 + 2 + 2 + 2 + 2 = 10 എന്ന് എഴുതുന്നു. അല്ലാതെ നമ്മൾ എങ്ങനെ എഴുതണം? ഷോർട്ടൻ ആയിട്ട് എഴുതിയാൽ 5 2s are 10 എന്ന് എഴുതുന്നു. ഇനി അടുത്തത്, ഇഫ് വൺ മോർ ഫ്രണ്ട് ജോയിൻസ് ദി ഗ്രൂപ്പ് ദെൻ ഹൗ മെനി സീറ്റ്സ് ആർ നീഡഡ്? അതായത് ഒരു ഫ്രണ്ട് കൂടി അവരുടെ കൂടെ വന്നു കഴിയുമ്പോൾ എത്ര സീറ്റ്സ് ആവശ്യമുണ്ട്? വി ക്യാൻ ഷോർട്ടൻ ദിസ് ആസ്. അതായത് ഒരാളും കൂടെ അവരുടെ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ കൂടുന്നു. അപ്പോൾ എത്ര എണ്ണം കൂടുതൽ വേണം? അത് റിപ്പീറ്റഡ് അഡീഷനായിട്ട് എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ?
2 + 2 + 2 + 2 + 2 + 2 ഒരു 2 കൂടെ വരും അല്ലേ? ഇങ്ങനെ റിപ്പീറ്റഡ് അഡീഷനായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. അല്ലാതെ ഷോർട്ടനായിട്ട് അതെങ്ങനെയാണ് എഴുതുന്നത്? 6 × 2 = 12 എന്ന് പറയും. 6 2s are 12 എന്ന് അത് ചുരുക്കിയും എഴുതാവുന്നത് ആണ്. ഓക്കെ. ഇനി അടുത്തത് ടോയ് കാർട്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ഇൻ ദി ക്ലാസ് സ്റ്റുഡൻസ് ആർ മേക്കിംഗ് ടോയ് കാർട്ട്സ്. രാജു ഓൾസോ മെയ്ഡ് കാർട്ട്സ്. 3 wheels for a car. Bottle tops were used as wheels. Raju wants 4 carts. How many bottle tops does he need? അതായത് ടോയ് കളിപ്പാട്ടം കൊണ്ടുള്ള കാർട്ട് അവരുണ്ടാക്കുകയാണ്. ഓരോരുത്തരും ഉണ്ടാക്കി. രാജു ഉണ്ടാക്കിയതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സ്റ്റുഡൻസ് ആർ മേക്കിംഗ് ടോയ് കാർട്ട്സ്. രാജു ഓൾസോ മെയ്ഡ് കാർട്ട്സ്. 3 wheels കാർട്ടാണ് ആരും ഉണ്ടാക്കിയത്? രാജു ഉണ്ടാക്കിയത്. രാജു എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? ബോട്ടിലിൻ്റെ അടപ്പാണ് അതിനു വേണ്ടി അവൻ എന്തായിട്ട് ഉപയോഗിച്ചത്? വീലായിട്ട് ഉപയോഗിച്ചത്. രാജു വാണ്ട്സ് 4 കാർട്ട്സ്. രാജു എത്ര എണ്ണം ഉണ്ടാക്കി എന്ന് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. എത്രയാണ്? 4 എന്നിവിടെ പറഞ്ഞിട്ടുമുണ്ട്. അതായത് 1 2 3 4 ഇങ്ങനെ 4 എണ്ണമാണ് രാജു ഉണ്ടാക്കിയത്. ഹൗ മെനി ബോട്ടിൽ ടോപ്സ് ഡസ് ഹി നീഡ്? അങ്ങനെയാണെങ്കിൽ രാജുവിന് എത്ര ബോട്ടിലിൻ്റെ ടോപ്സ് വേണമായിരുന്നു, എത്ര അടപ്പ് വേണമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നിനും എത്ര വീതമാണെന്നാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞിരിക്കുന്നത്? 3 ടോപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര കാർഡ്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്? 4. അപ്പോൾ എങ്ങനെയാണ് റിപ്പീറ്റഡ് അഡീഷൻ വരുമ്പോൾ അതെങ്ങനെ പറയാം? 3 + 3 + 3 + 3 അല്ലേ? കൂടി ഇതാണ് റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയുമ്പോൾ അതെത്രയായി? 12 ആയി. അത് ഷോർട്ടനായിട്ട് എഴുതി കഴിയുമ്പോൾ അതെങ്ങനെ എഴുതണം? 4 3s. എത്ര 3 ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? 4 എന്ന് എഴുതിയിട്ടുണ്ട്. 4 എത്ര ടോപ്പാണ് ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം. എത്രയാണ്? 3 എണ്ണമാണ്. അതുകൊണ്ട് 4 × 3 = എത്രയെന്ന് എഴുതുന്നു? 12. 4 3s are 12 എന്നുത്തരം എഴുതുന്നു. ഇങ്ങനെയാണത് ഷോർട്ടായിട്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇങ്ങനെയാണ് എഴുതുന്നത്. 4 3s make 12. അത് എഴുതുന്നതും ഇങ്ങനെയാണ്. നെക്സ്റ്റ് ദാറ്റ് ഈസ് 4 3s are 12. അബു മേക്സ് 2 carts. ഇവിടെ ആദ്യം പറഞ്ഞ ആരും ഉണ്ടാക്കിയെന്നാണ്? രാജു ഉണ്ടാക്കിയ 4 എണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ആരുടെ കാര്യമാണ് പറയുന്നത്? അബു മെയ്ഡ് 2 carts. അബു എത്ര എണ്ണം ഉണ്ടാക്കി? 2 എണ്ണം ഉണ്ടാക്കി. ഹൗ മെനി ബോട്ടിൽ ടോപ്സ് ഡിഡ് അബു യൂസ്? എങ്കിൽ അബു എത്ര ബോട്ടിൽ ടോപ്സ് ഉണ്ടാക്കി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അബു മെയ്ഡ് 2 അല്ലേ? 2 ആകുമ്പോൾ എത്ര ബോട്ടിൽ ടോപ്സ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്? 3 + 3 വരുള്ളൂ അല്ലേ? എത്രയാണ് അബു ഉപയോഗിച്ചിരിക്കുന്നത്? 2 cards ആണ്. അപ്പോൾ അത് റിപ്പീറ്റഡ് അഡീഷനായിട്ട് വരുമ്പോൾ എങ്ങനെ വരും? 3 + 3 അല്ലേ? ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ടോപ്പ് എത്ര എണ്ണം യൂസ് ചെയ്തു എന്ന് കിട്ടി. ഹൗ മെനി ബോട്ടിൽ ടോപ്സ് ഡിഡ് അബു യൂസ്?
6 അല്ലേ? അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഇതെങ്ങനെയാണ് ഷോർട്ടനായിട്ട് നമ്മൾ എഴുതുന്നത്? 2 × 3 = 6 എന്നെഴുതുന്നു. 2 3s are 6 എന്നാകുന്നു. ഹൗ മെനി ടോപ്സ് ഡിഡ് ബോത്ത് ഓഫ് ദം യൂസ്? ഇവിടെ ഹൗ മെനി ടോപ്സ് ഡിഡ് ബോത്ത് ഓഫ് ദം യൂസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? രാജുവും അബുവും കൂടി അപ്പോൾ എത്ര എണ്ണം യൂസ് ചെയ്തു? നമ്മൾ രാജു ആദ്യം എത്ര എണ്ണമായി ഉണ്ടാക്കിയെന്ന് നമ്മൾ കണ്ടു അല്ലേ? 4. ഇപ്പോൾ അബു എത്ര എണ്ണം ഉണ്ടാക്കി? 2. അപ്പോൾ 4 + 2 6 ടോയ് കാർഡ്സ് ആണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ എത്ര ബോട്ടിൽ ടോപ്സ് യൂസ് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിപ്പീറ്റഡ് അഡീഷൻ ആകുമ്പോൾ അതെങ്ങനെ പറയും? 3 + 3 ഇതിങ്ങനെ നമ്മൾക്ക് കൂട്ടി നോക്കിയാൽ അത് എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഷോർട്ടനായിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? 6 × 3 = 18 അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടനായിട്ട് എഴുതുന്നത്. ഇതെങ്ങനെയാണ്? റിപ്പീറ്റഡ് അഡീഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കൂട്ടി നമ്മൾ 18 എന്ന് എഴുതുന്നു. അതായത് മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ച് 6 × 3 അല്ലെങ്കിൽ 6 3s are 18 എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ കണ്ടല്ലോ. റിപ്പീറ്റഡ് അഡീഷൻ ആയിട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 3 + 3 + 3 + 3 + 3 + 3 = 18. ഹൗ ക്യാൻ ബി ഷോർട്ടൻ ദിസ്? എങ്ങനെ എഴുതും? ഇവിടെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ എഴുതേണ്ടത്? 6 × 3 = 18 എന്നിങ്ങനെ നമ്മൾ എഴുതുന്നു. ഷോർട്ടനായിട്ട് 6 3s are 18 എന്ന് എഴുതുന്നു. ഓക്കെ. ഇനി അടുത്തത് ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. For doing the activities in the mathematics lab, the teacher arranged the students into groups. There are 4 students in one group. ഇവിടെ ടീച്ചർ മാത്തമാറ്റിക്കൽ ലാബ് പോകുന്നതിന് വേണ്ടി കുട്ടികളെ അറേഞ്ച് ചെയ്തു. എത്ര പേരുടെ ഗ്രൂപ്പായിട്ടാണെന്നാണ് പറയുന്നത്. There are 4 students in one group. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഒരു ഗ്രൂപ്പിൽ? 4 സ്റ്റുഡൻസ് അല്ലേ? ഓരോ ഗ്രൂപ്പിലും 4 സ്റ്റുഡൻസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഇവിടെ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6. ഒരു ഗ്രൂപ്പിൽ എത്ര പേരാണ്? 4 ആണ് ഒരു ഗ്രൂപ്പിലെ നമ്പർ. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 6 ഗ്രൂപ്പ് അല്ലേ? ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കുവാനായിട്ട് ആദ്യം എന്താണ് തന്നിരിക്കുന്നത്? റിപ്പീറ്റഡ് അഡീഷൻ. നോക്കിക്കേ, എത്ര 4 അവിടെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കിക്കേ. 4 + 4 + 4 + 4 + 4 + 4 എത്രയുണ്ട് കുഞ്ഞുങ്ങളെ? 6 4 ഉണ്ടല്ലേ? അതിൻ്റെ താഴെ അത് ഷോർട്ടനായിട്ട് എഴുതിയിട്ടുണ്ട്. 6 4s are എത്രയാണ്? 24. ഇവിടെ അഡീഷൻ, റിപ്പീറ്റഡ് അഡീഷനിലും ആൻസർ എത്രയാണ്? 24 ആണ്. അടുത്ത് 6 4s are 24. അതായത് ഒരു ഗ്രൂപ്പിൽ 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? 6 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 6 ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 24 സ്റ്റുഡൻസ് ആണ്. ഓക്കെ.
ഇനി നെക്സ്റ്റ് വൺ, ഹൗ മെനി ഫ്ലവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. In the mathematics lab, the students arranged the flowers as below. How many flowers are there in one row? എത്ര ഫ്ലവേഴ്സ് ആദ്യത്തെ ഒരു റോയിൽ ഉണ്ട് എന്നാണ് ചോദ്യം. കുഞ്ഞുങ്ങൾ കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6. How many flowers are there in one row? എത്രയുണ്ട് കുഞ്ഞുങ്ങളെ? 6 ഫ്ലവേഴ്സ് അല്ലേ? How many rows? എത്ര റോസ് ഉണ്ട്? 1 2 3 റോസ് അല്ലേ? ഇവിടെ ഹൗ മെനി റോസ് എന്നുള്ളിടത്ത് എത്രയെന്ന് എഴുതണം? 3 റോസ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ? അപ്പോൾ എത്രയാണ് അതിൻ്റെ ടോട്ടൽ നമ്പർ? റിപ്പീറ്റഡ് അഡീഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതണം കുഞ്ഞുങ്ങളെ? 6 പ്ലസ് 6 പ്ലസ് 6 എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതണം. എത്രയാണ് 6 പ്ലസ് 6 പ്ലസ് 6? 18 ആണ് അല്ലേ? 6 പ്ലസ് 6 12 ആണ്. 12ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ അത് എത്രയായിട്ട് മാറുന്നു? 18 ആയിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ? എത്രയാണ് കുഞ്ഞുങ്ങളെ ടോട്ടൽ നമ്പർ? 18. ഇത് ഷോർട്ടനായിട്ട് എങ്ങനെ നമ്മൾ എഴുതും? 3 6 are 18 എന്ന് നമുക്ക് എഴുതാം അല്ലേ? 3 6 are 18. ഇങ്ങനെ നമുക്ക് ഷോർട്ടനായിട്ട് എഴുതുവാനും സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ കുഞ്ഞുങ്ങളെ. താഴെ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്നും പറഞ്ഞ് 6 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 18. 3 6 are 18. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.